അർജുൻ, ഇപ്പോൾ പാകിസ്ഥാനിൽ അതീവ ജാഗ്രത തുടരുകയാണ്. പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. വീട് വിട്ട് പുറത്ത് വരരുതെന്നും വിളക്കുകൾ പൂർണ്ണമായി അണയ്ക്കാനും നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് പകരം ചോദിക്കുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുകയാണ്. അതായത് ഒരു വീരവാദം മുഴക്കുകയാണോ പ്രധാനമന്ത്രി ഇപ്പോൾ? സന്ധ്യ, അതെ. അല്പം മുൻപ് ഏകദേശം 10 മണിയോടുകൂടിയായിരുന്നു ഇന്നത്തെ ദിവസം തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഷഹബാസ് ഷെരീഫ് മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാൻ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. അതിൽ പാകിസ്ഥാന്റെ അവകാശവാദങ്ങളാണ് പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വധിച്ചു, നിരപരാധികളായിട്ടുള്ള ആളുകളെ ഈ ഭീകരർ എന്ന വ്യാജേന വധിച്ചു, അതിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ട്, അവരുടെ ചോരയ്ക്ക് പകരം ചോദിക്കും എന്നുള്ള തരത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തുന്നത്. അതിലേറ്റവും പ്രധാനം ഷഹബാസ് ഷെരീഫ് പറയുന്നത് തിരിച്ചടി ഇന്ത്യക്ക് നൽകും, അത് എങ്ങനെ വേണം, ഏത് തരത്തിൽ വേണമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, എന്തായാലും തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതികരണമാണ് ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതൊന്നും തന്നെ ഒരു തുറന്ന യുദ്ധം ഇന്ത്യയുമായിട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യം പറഞ്ഞു വെക്കുന്നില്ല. മറിച്ച് ഇന്ത്യ നടത്തിയതുപോലെ ഒരു ലക്ഷ്യം തിരഞ്ഞുപിടിച്ച് അവിടെ ഒരു തിരിച്ചടി നടത്തുമെന്നുള്ള തരത്തിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ മുന്നറിയിപ്പ് വരുന്നത്, പ്രതികരണം വരുന്നത്. പക്ഷേ പാകിസ്ഥാൻ കരസേനയാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള ആക്രമണമാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. പക്ഷെ അപ്പോഴും ഇന്ന് രാത്രിയും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കനത്ത തിരിച്ചടി അല്ലെങ്കിൽ ആക്രമണങ്ങൾ പാകിസ്ഥാനിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ജാഗ്രത അവിടെയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ലാഹോറിലും ഇസ്ലാമാബാദിലും അടക്കം വലിയ ജാഗ്രത പുറപ്പെടുവിച്ചിരിക്കുന്നതും ആളുകളോട് വീട് വിട്ട് പുറത്തു വരരുത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നതും വിളക്കുകൾ അണച്ച് വീടിനകത്തിരിക്കണമെന്ന് ലൗഡ് സ്പീക്കറിൽ ഇപ്പോൾ നിർദ്ദേശങ്ങൾ, അനൗൺസ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ജാഗ്രത പാകിസ്ഥാനിൽ, പ്രത്യേകിച്ചും ഇസ്ലാമാബാദ്, ലാഹോർ, ഈ കറാച്ചി മേഖലകളിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതായത് വളരെ ഭയന്നിരിക്കുകയാണ് പാകിസ്ഥാൻ. അവരുടെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ ഇന്ത്യ ഇനി ഏത് രീതിയിൽ അതിന് മറുപടി നൽകുമെന്നുള്ളൊരു ഭയം, ഒരു ജാഗ്രത അവിടെ വലിയ രീതിയിൽ ഇപ്പോഴും അലയടിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഷഹബാസ് ഷെരീഫിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് എന്നും വളരെ വ്യക്തമാണ്. എന്നാലും ഇന്ത്യയും ഈ ഒരു ഘട്ടത്തിൽ ജാഗ്രത പാലിച്ചാണ് അതിർത്തിയിലുള്ളത്. എല്ലാ സൈനിക നീക്കങ്ങളും സജ്ജമായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഒരു തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ ഇരട്ടി പ്രഹരത്തിൽ തിരിച്ചടിക്കുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യൻ സൈന്യവും എത്തിയിട്ടുണ്ട്.